കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ CPIM-നെ ED പ്രതി ചേർത്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളും ED കണ്ടുകെട്ടി. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത CPM-ന്റെ സ്വത്തുക്കളും ഇതിൽപ്പെടും. ആകെ 29.29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അതേസമയം സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ED തന്നെ അറിയിച്ചിട്ടില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അറിയിച്ചു. ഔദ്യോഗിക വിവരം ലഭിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത വിനീത VG ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഒപ്പം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും വിവരങ്ങൾ നൽകും. വിനീത, നമ്മളാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിൽ തുടങ്ങാം. തീർച്ചയായും വിജയകുമാർ, നേരത്തെ തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ശക്തമായ തുടർ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്തുവകകളടക്കം കണ്ടുകെട്ടിക്കൊണ്ട് ED മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ CPM-നെ കൂടി കരുവന്നൂർ കേസിൽ ED പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അന്വേഷണം ഇനി മുന്നോട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ സ്വത്തും ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ സ്വത്ത് MM വർഗീസിന്റെ പേരിൽ പാർട്ടി രജിസ്റ്റർ ചെയ്തതാണ്. ഇത് CPM രജിസ്റ്റർ ചെയ്ത സ്വത്താണ്. പാർട്ടി ഓഫീസ് പണിയുന്നതിന് മറ്റുമായി 5 സെന്റ് ഭൂമി ഇങ്ങനെ കരുവന്നൂരിൽ പാർട്ടി വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നതെന്നാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ ഭൂമി CPM തന്നെ MM വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതായിരുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടേത് ഉൾപ്പെടെയുള്ള 8 ബാങ്ക് അക്കൗണ്ടുകളും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 73 ലക്ഷം രൂപ, ഈ 73 ലക്ഷം രൂപ പാർട്ടിയുടേതാണെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതായത് ടോട്ടൽ 29 കോടി, അതായത് 29.29 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ 73 ലക്ഷം രൂപ CPM-ന്റേതാണെന്നും ED പറയുന്നു. തുടർ നീക്കങ്ങൾ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കടുപ്പിക്കുകയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ MM വർഗീസിന് അറിയിപ്പുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വത്തുവകകളടക്കം കണ്ടുകെട്ടിക്കൊണ്ട് തുടർ നീക്കവുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നേരത്തെ നമുക്കറിയാം. ഡൽഹി മദ്യനയ അഴിമതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ED അന്ന് ആം ആദ്മി പാർട്ടിയെ ആ കേസിൽ പ്രതി ചേർത്തത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരം ഒരു അഴിമതി കേസിൽ പ്രതി ആക്കപ്പെടുന്നത് ആദ്യമായിരുന്നു. ആ അഴിമതി പണം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നായിരുന്നു ED കോടതിയെ അറിയിക്കുകയും അങ്ങനെ ആം ആദ്മി പാർട്ടി ആ മദ്യനയ അഴിമതി കേസിൽ പ്രതിപ്പട്ടികയിൽ വരികയും ചെയ്തു. ഇവിടെ ഒരു സാമ്പത്തിക ഇടപാട്, ഒരു കള്ളപ്പണ ഇടപാടിൽ CPM-ന്റെ പാർട്ടി ഘടകം പ്രതിയാകുന്നു. വളരെ ഗൗരവമുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ എന്തായിരിക്കും ED അതിൻ്റെ തുടർ നടപടികൾ എന്ന നിലയിൽ നടപ്പാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ? വിജയകുമാർ, സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കരുവന്നൂരിലും നടന്നിരിക്കുന്നത്. കാരണം ഈ ബിനാമി അക്കൗണ്ടുകളിലൂടെയൊക്കെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ കമ്മീഷൻ തുക പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പോയെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ED-യുടെ അന്വേഷണം എത്തി നിന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ അക്കൗണ്ടുകളിലേക്ക് കൂടുതൽ ഈ പണം എത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം പോവുക. ഈ ഘട്ടത്തിൽ ഈ പണമിടപാട് നടന്നു എന്ന് സംശയിക്കുന്ന ബാങ്കുകളിലേക്ക് ഉള്ള അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ED മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 8 അക്കൗണ്ടുകൾ സമാനമായിട്ടുള്ള രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ അനധികൃത പണമിടപാട് നടന്നുവെന്ന് ED-ക്ക് തെളിവുകൾ ഉൾപ്പെടെ ലഭ്യമായിരിക്കണം. അതിനെ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു കനത്ത നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ ഈ കരുവന്നൂരിലൂടെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ED-യുടെ അന്വേഷണം നീണ്ടേക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ തന്നെ നിരവധി ആളുകളെ, ഈ പരാതിക്കാരെ ഉൾപ്പെടെ ED വളരെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ അക്കൗണ്ടുകളും അത് ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ ആ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്ന പണം, ആ അക്കൗണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന പണം, ഒപ്പം തന്നെ ആ അക്കൗണ്ടുകൾ ആരുടെ പേരിലാണ്, ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ
ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടാണ് കരുവന്നൂരിന്റെ മറവിൽ നടന്നിരിക്കുന്നത്. പാർട്ടിക്ക് അനധികൃത അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് നേരത്തെ പുറത്തു വന്നതാണ്. വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. CPM എന്താണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയണം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ യോഗം ചേരുന്നുണ്ട്. ഇന്ന് നാളെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ആരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടില്ല. വിനീത, ഏതെങ്കിലും നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? ഡൽഹിയിൽ CC ചേരുന്നുണ്ടല്ലോ. തീർച്ചയായും വിജയകുമാർ, ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് നേതാക്കളുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനിയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ED ഇത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ നേതാക്കൾ അവരുടെ ഒരു ഭാഗം ഈ ഘട്ടത്തിൽ പറയുമെന്ന് തന്നെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ കൂടിയുള്ളത്. കാരണം പാർട്ടിയെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് ഒരു പ്രതിരോധത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നത്. അതിനവർ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടി നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ സ്വത്തുവകകൾ അടക്കം കണ്ടുകെട്ടിക്കൊണ്ട് ED നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ ഇപ്പോൾ MM വർഗീസിന്റെ സ്വത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ 29 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു ED. CPM-നെ കൂടി അതിൽ പ്രതി ചേർക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ CPM-ന് പറയാനുള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു CPM-ന്റെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലൂടെ ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന അദ്ദേഹം ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായേക്കുമോ? ഇത് ഒരു കരുവന്നൂർ കേസിൽ നേരത്തെ താഴെത്തട്ടിലൊക്കെയുള്ള CPM പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രതികളാവുകയും അവർ റിമാൻഡിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിലേക്ക് പാർട്ടി പ്രതിരോധത്തിലാകുന്നതാണല്ലോ. CPM അതിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്ന സാഹചര്യം. എന്താണ് വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? വിജയകുമാർ, ഒരു അസാധാരണ സാഹചര്യത്തിലൂടെയാണ് തൃശ്ശൂരിലെ CPM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുമായി നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചു. ഔദ്യോഗികമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. പക്ഷെ അന്നേരം പോലും, ആ സമയത്ത് പോലും അദ്ദേഹം പറയുന്നത് ഔദ്യോഗികമായി പാർട്ടിയെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഭിഭാഷകരുമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഇതുവരെയും ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടിയതായി സംബന്ധിച്ച് CPM-നോ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിനോ ഇതുവരെയും ഔദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് പാർട്ടി ജില്ലാ നേതൃത്വം അടക്കം ഇതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനീത നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് കരുവന്നൂരിൽ ഈ മാപ്രാണം, അതുപോലെ തന്നെ കരുവന്നൂർ 2 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്. ഇതിൽ ചില മാധ്യമങ്ങൾ നൽകുന്ന ഒരു വാർത്തയുണ്ട്, മാപ്രാണം LC-ക്ക് കീഴിലുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ആധാരമാണ് മരവിപ്പിച്ചതെന്ന് വാർത്തകൾ പോകുന്നുണ്ട്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. പകരം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ MM വർഗീസ് ലോക്കൽ സെക്രട്ടറി ആയതിനു ശേഷം 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. അത് പാർട്ടി ഓഫീസ് പണിയുന്നതിന് വേണ്ടിയാണ് വാങ്ങിയത്. അത് സ്വാഭാവികമായ ഒരു ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്ന സമയത്ത് അതാത് കാലത്തുള്ള ജില്ലാ സെക്രട്ടറിമാരുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്യാറുള്ളത്. ആ ഭൂമിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുള്ളത്. പക്ഷേ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരിൽ നിന്ന് പോലും പണം പിരിച്ചു വാങ്ങിയ ഭൂമിയാണ് ED കണ്ടുകെട്ടിയതെന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായും നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വേട്ടയാണ്, ED-യുടെ വേട്ടയാണ് നടക്കുന്നത് എന്നുള്ളതാണ് CPM ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അത് പ്രാദേശിക നേതൃത്വത്തിൽ മാത്രമാണ്. ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചോ ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചോ ഔദ്യോഗികമായിട്ട് ഇതിൽ ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നു. പക്ഷേ അത് CPM കണക്കുകൂട്ടിയതാണ്. കാരണം AC മൊയ്തീന്റെ വീട്ടിൽ മണിക്കൂറുകൾ നീളുന്ന രാപ്പകലില്ലാതെ നടത്തിയ റെയ്ഡുകളുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അതിനുശേഷം ED ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട്. അതിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പ് എന്നുള്ളതായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് തന്നെ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അന്ന് തുടങ്ങി തന്നെ CPM കണക്കുകൂട്ടിയതാണ്. അത് ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടല്ല ED-യുടെ ഈ നീക്കങ്ങൾ എന്നുള്ളത് അന്ന് CPM വിലയിരുത്തിയിരുന്നു. പകരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന നീക്കം എന്നുള്ളതായിരുന്നു CPM ഈ സംഭവ
സംഭവങ്ങളെല്ലാം വിലയിരുത്തുന്ന അത്തരത്തിൽ തന്നെയാണ് ഈ നീക്കങ്ങൾ പോകുന്നത്. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇതിന്റെ ചൂടാറും എന്ന കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ അതെല്ലാം അപ്രായോഗികമാവുന്നു. CPM എങ്ങനെ കണക്കുകൂട്ടിയോ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് CPM-നെ സംബന്ധിച്ച് പറയുന്നത് കൃത്യമായി ഈ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ആദായ നികുതി വകുപ്പിനെ ധരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന നീക്കം അത് ഈ ആദായ നികുതി വകുപ്പിനടക്കം നൽകിയ വിവരങ്ങൾക്കപ്പുറം അതൊരു രാഷ്ട്രീയ വേട്ടയുടെ കണക്കെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നുള്ള ഒരു ബാങ്കിൽ റെയ്ഡ് നടക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് CPM പറഞ്ഞിരുന്നത് അതിൽ നൽകിയ നമ്പറുകൾ, അതായത് ഈ ചില രേഖകൾ നൽകിയിരുന്നു. ആ രേഖകൾ വന്ന ക്രമക്കേട് അത് സ്വാഭാവികമായും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നതല്ല, പകരം അത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. പാൻ നമ്പറിൽ വന്ന ഒരു വീഴ്ച, ആ വീഴ്ചയുടെ പേരിലായിരുന്നു അന്ന് CPM-ന്റെ അക്കൗണ്ടുകൾക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത്. അന്നും പാർട്ടി പറഞ്ഞിരുന്നത് അത് ഈ പാൻ നമ്പറിൽ വന്ന ഒരു വീഴ്ചയായിരുന്നു, അത് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി. അത്തരത്തിലൊരു രാഷ്ട്രീയ വേട്ട എല്ലാ ഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് CPM ഈ ഘട്ടത്തിലും വിലയിരുത്തുന്നത്. ഇടി നീക്കം തികച്ചും രാഷ്ട്രീയപരമാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. പക്ഷേ ഔദ്യോഗികമായി അക്കൗണ്ട് മരവിപ്പിച്ചതോ സ്വത്ത് കണ്ടുകെട്ടിയതോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനടക്കം വിവരം ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചതിന് ശേഷം മാത്രമേ CPM നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്നത്. ശരി, സൂരജ്, എന്തായാലും അക്കാര്യത്തിൽ കരുതലോടെയുള്ള പ്രതികരണമായിരിക്കും CPM-ൽ നിന്നുണ്ടാവുക. സമാനതകളിൽ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ ED പ്രതി ചേർത്തിരുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെ കൂടി ED പ്രതി ചേർക്കുന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കൾ ED കണ്ടുകെട്ടുന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത CPM-ന്റെ സ്വത്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 29 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് അങ്ങനെ കണ്ടുകെട്ടിയത്. ബാങ്ക് അക്കൗണ്ടുകൾ അതിൽ ഉൾപ്പെടുന്നു. ആ അക്കൗണ്ടിലുള്ള പണം അതിൻ്റെ ഭാഗമായി കണ്ടുകെട്ടുന്ന സ്വത്തിനൊപ്പം ചേരുന്നു. ED ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് CPM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ ചേരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. വിനീത വിജിയും സൂരജ് സജിയുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ ഈ വാർത്തയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.